അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം വെച്ച് കഴിച്ചു. അതിൻ്റെ ഫുഡ് വെച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി, മറന്നുപോയി, എടുത്തില്ല. ഫുഡെല്ലാം കഴിച്ച് എടുത്ത് വെച്ചോണ്ടിരിക്കുക. എല്ലാം കഴുകി തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇനി ഇവിടെ നേരെ ഇനിയിപ്പോൾ സോളാപൂർ പമ്പുണ്ട്. അവിടെ പോയി നമ്മുടെ കമ്പനിയുടെ പമ്പാണ്. അപ്പോൾ അവിടെ പോയി ഡീസൽ അടിക്കണം. അതിനുശേഷം പിന്നെയും നമ്മൾ യാത്ര തുടരും. അപ്പം വഴിയിലുള്ള യാത്രകൾ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. ഇങ്ങനെ നമ്മൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ ചിത്രദുർഗ എന്ന ഹോസ്പിറ്റൽ വഴിക്ക് സോളാപൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം പോകുന്ന വഴിക്ക് കാഴ്ചകൾ നിൽക്കുന്നത് നല്ല ഇരുണ്ട് മൂടി നല്ല ഇതായിട്ട് നിൽക്കുകയാണ്. ഇതുണ്ടോ ചോളം നിൽക്കുന്നത്, അത് മറ്റേ അരിച്ചോളം ഇല്ല, അതുപോലത്തെ അതാണ് അങ്ങനെ ഒരു ഉണ്ടോ. ആദ്യം ഫോൺ കൈ പിടിച്ച് കണ്ടില്ല. ഏതായാലും കാഴ്ചകൾ കണ്ടിട്ട് നമുക്കങ്ങ് യാത്ര ആവും. In 400 meters, stay on National Highway 15. കാഴ്ചകൾക്കൊരു അയവും ഇല്ലെന്നുള്ളതാണ്. Keep right to stay on National Highway 15. Continue on National Highway 50 for 40 kilometers. മാപ്പിട്ടേക്കുന്നത് സെയിം ഫോണിലാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മഴയാണ് കേട്ടോ. മഴയുണ്ട്, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോളാപൂരിന് 386 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഹൊസപേട്ടയാണെങ്കിൽ 93. കിലോമീറ്ററും കൂടി ഇനി ഓടിയാലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി കുറച്ച് നേരം ഡീസലൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ. മൊത്തം കൃഷിയാണ് കേട്ടോ. പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഹൊസപേട്ട എടുക്കാറാവുന്നു. അപ്പം അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് ഉണ്ടോ. അവിടെ ഒരു ചെറിയൊരു തടാകമുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം മഴയായിരുന്നല്ലോ, അപ്പോൾ അതിൽ വന്ന വെള്ളം
ചെറുതായിട്ട് കെട്ടി നിർത്തിയേക്കണം. അതൊക്കെ കൃഷിയും കാര്യങ്ങളുമായിട്ട് 1 ഇഞ്ച് സ്ഥലം വെറുതെ പിടിയല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ശകല സ്ഥലം കിട്ടി അവിടെ എല്ലാം കൃഷിയായിരിക്കും. മുന്നിൽ നമ്മുടെ കൂടെയുള്ള ഒരു വണ്ടിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് വാപ്പിക്കുള്ള വണ്ടിയാണ്. വാപ്പിക്ക് പോകുന്ന വണ്ടിയാണ്. അത് ഫ്രണ്ടിൽ പോയി വിട്ടുപോയി. ഒരു അണ്ണനാണ്. നമ്മൾ കൂടെ വിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ കൂടെയുള്ള ആൾ കിടന്നുറങ്ങുവാണ്. ഉറക്കത്തിൽ നിന്ന് ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. പുള്ളി ഫോണിൽ കളിക്കും. ഇങ്ങനെ പോകുന്നു. ആകാശം നോക്കി എന്താ ഭംഗി. ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഞ്ഞിക്കെട്ടുകൾ നിരത്തി വെച്ചേക്കുന്ന പോലെ നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, ഇത് മുഴുവൻ മറ്റേ ചോളമില്ല, അരിച്ചോളം. അതാണ് ആ കാണുന്ന മുഴുവൻ നട്ടേക്കുന്ന അരിച്ചോളം. ഈ സൈഡിലും അതെ. എന്ത് ഭംഗിയാണെന്നറിയാം. ഈ ചെടികളിൽ നട്ട് റോഡ് സൈഡിൽ നടുക്കൂടെ ചെടികൾ നട്ട് വെച്ചേക്കുന്നത്. അത് മുഴുവൻ പൂത്ത് നിൽക്കുവാണേ. ഭംഗിയാണ് കാണാൻ. അപാര ഭംഗി. നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന തുംഗഭദ്ര ഡാമില്ലേ, തുംഗഭദ്ര ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം തുംഗഭദ്ര ഡാമിൻ്റെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുംഗഭദ്ര സൈഡിൽ ഈ സൈഡ് മുഴുവൻ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. നമ്മളിപ്പം കാണത്തില്ല, മരങ്ങൾ നിറഞ്ഞേക്കുക. അതുകൊണ്ട് അതിൻ്റെ സൈഡ് കാണത്തില്ല. അതുകൊണ്ട് മാറുമ്പം കാണാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ സോളാപ്പൂരിലേക്ക് പോകുന്ന വഴിക്കാണത്. സപ്പേറ്റയ്ക്ക് അടുത്ത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ കളാണ് കാണുന്നത് ആ സൈഡിൽ. ഇതിൻ്റെ അപ്പുറം മുഴുവൻ ഭയങ്കര ഡാമാണ് കേട്ടോ. ഭയങ്കര ഡാമാണത്. വലിയൊരു ഡാമാണ്. ഇപ്പുറത്താണെങ്കിൽ മലനിരകളാണ്. നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാണുന്നതാണ് കാണുന്ന മുഴുവൻ അതിൻ്റെ ഭാഗങ്ങളാണ്. കടല് പോലെയാണ് കിടക്കുന്നത്. കടല് പോലെ. ഈ സൈഡിൽ നിന്ന് നോക്കി അങ്ങേ സൈഡ് കാണാൻ പാടാം. അത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. വലിയൊരു ഡാമാണ് കേട്ടോ. നമ്മുടെ മുല്ലപ്പെരിയാറൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. മുല്ലപ്പെരിയാർ ഇടുക്കിയോ അതുപോലൊരു പാട്ടുകൂട്ടുണ്ട് ഡാം. അപ്പോൾ ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ്. കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും നല്ലോണം. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആ ഡാമിൻ്റെ സൈഡിൽ വണ്ടി ഒന്ന് നിർത്തി. കാരണം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ച്. അവിടെ സ്പേസ് ഉണ്ടായിരുന്നു നിർത്താൻ. അപ്പോൾ നമ്മളവിടെ നിർത്തി തയ്യാറൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. കാറ്റുണ്ടോ എയറുണ്ടോ എന്നൊക്കെ, കല്ല് കയറിയിരിപ്പുണ്ടോ എല്ലാം നോക്കി. ഇത് നിർത്തുമ്പോൾ നമ്മളിതെല്ലാം നോക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ഇതാ കാണുന്ന കേട്ടോ ഡാം. लोड है ज़्यादा है. അപ്പോൾ ടയറൊക്കെ നോക്കി താഴെ ഒരു ചെറിയ അതിനോട് ചേർന്നൊരു ചായക്കടയുണ്ട്. അപ്പോൾ ചായയും കുടിക്കാം, ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യാം, ഡാമും കാണാം. ഭയങ്കര വലിയ ഡാമാണ് കേട്ടോ. അങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു ഡാമാണ്. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണത്താ ദൂരത്താണ് കിടക്കണേ. ഇത്രയേ വെള്ളം. ഇതെങ്ങാനും പൊട്ടിയാലുള്ള അവസ്ഥ നമ്മൾ മുല്ലപ്പെരിയാറിനെ പറയുന്നു. ഇത് പൊട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതിൻ്റെ അതൊന്ന് കഴിഞ്ഞ തവണ ഷട്ടർ ഏതാണ്ട് കംപ്ലൈൻ്റ് ആയി. അറിയില്ല എന്തായാലും. शक्कर कमिया शक्कर कम मरता
ചായ ഉണ്ടോ, ചായ കുടിക്കാം. ഇവിടുന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കാണാൻ കടലില്ല, കടൽ കാണുന്ന പോലെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു കടലാണെന്ന് പറയാം. മനുഷ്യൻ നിർമ്മിതുണ്ടോ. ഓ, നല്ല കാറ്റുള്ള സമയത്ത് അലകൾ കയറി ഇവിടം വരെ വരും. എന്താ കാണാൻ പറ്റുമോ? ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ അറ്റം എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഏതാണ് കര? ഇതാണ് തുംഗഭദ്ര റിസർവോയർ. എന്താ വ്യൂ എന്ന് നോക്കി. ഇതിൻ്റെ അകത്തൊക്കെ ഒരു ബോട്ട് സവാരി വെക്കണം, അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ വണ്ടി ദേ കിടക്കും, ഇതവിടെ കിടപ്പുണ്ട്. നമ്മളിവിടെ നിന്ന് ചായ കുടിച്ച് അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് പോവാം. കുറച്ചേരം റെസ്റ്റ്. ഇത്രയും നേരം വണ്ടി ഓടിക്കുമായിരുന്നു. സമയം എന്നായിരുന്നു? 3 മണിയായി. എങ്ങും ഇറങ്ങിയില്ല. ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്, 3 അല്ല 4 മണിക്കൂർ നിർത്താതെ വണ്ടി ഓടിക്കേണ്ടി വരും. ഓടിച്ചിപ്പം ഇതിന് ശേഷമാണ് ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ്. ഇനിയുണ്ട് 300 കിലോമീറ്ററും കൂടെ സോളാപൂരിന്. ആ 300 കിലോമീറ്റർ ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേന് ഓടിയെത്തണം. അതാണ് ലക്ഷ്യം. 3 മണിക്കൂറും കൂടെ ഓടിയ ചില എത്തിയല്ല, 8-9 മണിയാകുമ്പോഴത്തേനൊക്കെ എത്തും. കോലമൊക്കെ ഭയങ്കര മോശമാണ്. അത് നോക്കിയേ, കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ സൺലൈറ്റ് കൊണ്ട്. വാവ്, സൂപ്പർ. ഏതായാലും ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് പതിയെ പോവാം. അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി പതുക്കെ പോവാണ്. ചായ കുടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ പതുക്കെ മുന്നോട്ട് പോവാണ്. വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങ് പോവാം. അപ്പം നമ്മൾ പതുക്കെ പോവാണ്. ഡാം കണ്ടു, ചായ കുടിച്ചു. മുന്നോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ വ്യക്തമായ കാഴ്ച കാണാം കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം. ഇതാണ് തുംഗഭദ്ര ഡാം. തുംഗഭദ്ര എനിക്ക് തോന്നുന്നു ഇത് സെയിമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ തുർക്കി മിശ്രിതമില്ലേ, അത് ഉപയോഗിച്ച് പണിത ഡാമാണെന്നാണ് എൻ്റെ അനുമാനം. ഇതിൻ്റെ പേര് ഞാൻ കേട്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ഷട്ടറാണ് തകർന്നെന്നും പറഞ്ഞുകൊണ്ടൊരു ഈ ഡാമാണെന്ന് തോന്നുന്നു. എന്തായാലും അപ്പം നമ്മൾ പോവാണ്. ഇനി ചെറിയൊരു ടണൽ വഴി കയറി ഹൊസപേട്ടയിലേക്ക്, അപ്പുറത്തെ സൈഡിലേക്ക് എത്തും. ഈ മലയുടെ അപ്പുറത്തെ സൈഡിലേക്ക്. ചെറിയ ടണലല്ല കേട്ടോ, അത്യാവശ്യം നല്ല ടണലാണ്. ഡബിൾ ലൈനാണ്. ഈ ടണൽ കയറി വേണം പോകാൻ. 80 കിലോമീറ്റർ സ്പീഡാണ് ഇതിൻ്റെ അത്. ഈ ടണലിന് കാറിനും ലോറിക്കും. ലോറിക്ക് ഓൾറെഡി 80 കിലോമീറ്ററാണ് എല്ലാ റോഡിലും. ടണൽ ഉണ്ടോ, ഇതാണ് ചെറിയൊരു ടണലാണ്. ചെറുതെന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്ററോളം വരും. നല്ല രസമാണ് കേട്ടോ. അമ്മേ, നല്ല ചാട്ടമുണ്ട് കേട്ടോ. ഈ ഭാരതൻസിനൊരു പ്രശ്നമുള്ളത് ഭയങ്കര ചാട്ടമാണ്. നമ്മളിട്ട് തുള്ളിക്കും. കണ്ണടിച്ചു പോകും. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തപ്പെട്ടു അല്ലേ, ടണലിൽ വെളിയിൽ എത്തപ്പെട്ടു. ഇനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ ഹൊസപേട്ടയിലേക്ക് പോകാം. നമ്മൾ റൈറ്റ് അല്ല, നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകും. ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോകും. ഇവിടെ വേണേൽ കുളിക്കാൻ സൗകര്യമുണ്ടോ? കുളിക്കുന്നുണ്ടോ? തൊട്ട് താഴെ അതിൻ്റെ കനാലൊരെണ്ണമുണ്ട്. ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമേ, അത് വേണം കുളിച്ചിട്ട് വേണം പോകും.
വെയിലൊക്കെയാണ്. കഴുക്കൊക്കെ കണക്കായി. കഴുകണം. നല്ല വെയിലാടാ. അവിടെ നിന്ന് അലക്കി കഴുകാനൊന്നും നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ കാഴ്ചകൾ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെയാണ്. എല്ലാം ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേനെ എല്ലാം പച്ചപ്പ് കൊണ്ട് അങ്ങ് വിസ്മയം തീർക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞങ്ങൾ ചൂട് കൂടി, അതുകൊണ്ട് AC ഒക്കെ ഇട്ടിരിക്കുക വളരെ. വേറെ മാർഗമില്ല, അതുകൊണ്ടാണ്. AC ഒക്കെ ഇട്ടിരുന്നാലേ ഇനിയിപ്പം പറ്റുള്ളൂ. ഇത്രയും നേരം AC ഒക്കെ ഇടാതെ ഞങ്ങൾ പതുക്കെ പോകുന്നു. ഭയങ്കര ചൂട്, പറ്റുന്നില്ല. ലൈലാൻഡാണ് ഈ ചൂട് സഹിച്ച് ഓടിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. ഭരതൻ സായ കൊണ്ട് AC ഇട്ടങ്ങ് പോകും. അതെ, അഹങ്കാരമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് തണുത്ത് പോവാം. അഹങ്കാരം എന്നൊക്കെ പറയാം. ഇനിയിപ്പം നമ്മൾ ഈ പാലം കയറി ഇറങ്ങും അപ്പുറത്തോട്ട് നോക്കി എനിക്ക് തോന്നുന്നു ഡാം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ക്യാമറയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. പടാറ് ഡാം കേട്ടോ, അതവിടെ നോക്കിയോ. ചിലപ്പോൾ ഈ ഇവിടെ ആണെന്ന് തോന്നുന്നു, അതോ താഴെയാണോന്ന് അറിയത്തില്ല കാണാൻ പറ്റുന്നത്. അടുത്ത ഇതുണ്ട്, കനാലുകളാണ്. വെള്ളം ഡാമിൽ നിന്ന് കൊണ്ടുവരുന്ന കൃഷിക്ക് വേണ്ടി കൊണ്ടുവന്ന സംവിധാനങ്ങളാണ് ഇതെല്ലാം. കാണാനുണ്ട് കേട്ടോ. ഇവിടെയല്ല, താഴെ ഇറങ്ങാനുള്ള ചെറിയ സൗകര്യമുണ്ട്. പക്ഷേ അവിടെ വണ്ടി നിർത്താനാണ് പാടെ. വണ്ടി നിർത്താനാ റെയിൽവേ ലൈനൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. എന്താ അവസ്ഥ നോക്കി. ചെറിയൊരു ടൗൺ കേട്ടോ, ഡാമിലേക്കുള്ള. ഇതാ കാണുന്നതാണ് ഡാം. ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വണ്ടിയുടെ പുലുക്കം കാരണം ഒന്നും കാണത്തില്ല. എന്താ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്ന ഡാമാണ്. വലിയ ഒരുപാട് നീളത്തിലങ്ങ് കിടക്കണം. ഭയങ്കര ഒത്തിരി ഷട്ടറുള്ള ഡാമാണ്. പോയി നമുക്ക് കാണാൻ പറ്റുമെന്ന് എന്താന്ന് വെച്ചാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ. വണ്ടി അങ്ങനെ അപ്പം അതൊന്ന് ഇതെവിടെ നിന്നാ കാണാൻ തോന്നും. അതെ, ഈ പാലത്തെ കയറുമ്പം കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കറക്റ്റായിട്ട് വ്യൂ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാണുന്നതാണ് ഡാം. കണ്ടം തുംഗഭദ്ര ഡാം കണ്ടോ, കാണാൻ പറ്റുമോ? പറ്റുന്നുണ്ട്. 6 ഡാമാണ്, ഭയങ്കര വലുതാണ്. ഇതിലും വലിയ ഡാമുണ്ട് കർണാടകയില്. ഇതല്ല ഏറ്റവും വലുത്. ഇതിലും വലിയ ഡാം കർണാടകയിലുണ്ട്. പക്ഷേ ഇത് അതിലൊന്ന് മാത്രം. ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു ഷട്ടർ തകർന്നത്. എനിക്കറിയില്ല ശരിക്കും, ആണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞാണ് വന്നൊക്കെയും വെള്ളത്തിൻ്റെയൊക്കെ പ്രഹരശേഷി നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതിലെല്ലാം വെള്ളം അടിച്ച് തള്ളി പോയതിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തുംഗഭദ്ര. ഇനി ഇവിടുന്ന് കുറച്ചധികം പോകണം. 300 കിലോമീറ്റർ അടുത്തുണ്ട് സോളാപൂരിലേക്ക്. മഹാരാഷ്ട്രയാണ്. സോളാപൂർ രണ്ടെണ്ണമുണ്ട്, കർണാടകയിലും ഉണ്ട്, മഹാരാഷ്ട്രയിലും ഉണ്ട്. മഹാരാഷ്ട്രയിലെ സോളാപൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ സിർത്തി വഴി മുന്നേ നമ്മൾ പോയിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിലുണ്ട്. നമ്മൾ തിരുപ്പൂരിലേക്ക് വരുന്നത് സിർത്തി വഴി ദുലേ കൂടി ഈ തുംഗഭദ്ര ഇതിലെയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് ഈ വഴി. എങ്ങനെ പോകുന്നു, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ചൂടിന് കാഠിന്യം കൂടുതലുണ്ട്. ഇത്രയും ദിവസം അങ്ങനെ ഇത്ര വലിയ ചൂട് നമുക്ക് തോന്നിയില്ലായിരുന്നെങ്കിലും പക്ഷെ ഇപ്പം നല്ലതുണ്ട്. വെള്ളം അടിച്ചൊഴുകിയതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. കണ്ടോ? ഇത് തന്നെ ഈ ഡാമിൻ്റെ ഷട്ടറാണ് കഴിഞ്ഞ തവണ തകർന്നെന്ന് പറഞ്ഞത്. കണ്ടോ? നമുക്ക് കാണാൻ പറ്റുമത്, വെള്ളം അടിച്ചൊഴുകിയതിൻ്റെ. ഇവിടെ എല്ലാം ക്ലീനായി.
ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതുപോലെ ഇത്രയും ഇതില്ലായിരുന്നു, തെളിച്ച് വെള്ളം പോയതിൻ്റെ കാണുന്നു. അപ്പം അങ്ങനെയാണത്. കൃഷി നെല്ല് നട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ കാണാം. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടെ നല്ല നല്ല കാഴ്ചകൾ ഇടയ്ക്കിടെ കാണിക്കുക. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, പറഞ്ഞു തരിക. ഓക്കെ, കമൻറ്റിലൂടെ പറഞ്ഞു തരിക, തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരിക, തിരുത്തി മുന്നേറാൻ ശ്രമിക്കുക. പിന്നെ വോയിസിൽ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടാകും. നമ്മൾ ക്യാമറ ഫോണിൻ്റെ മൈക്കാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എക്സ്ട്രാ മൈക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്ലാരിറ്റി കുറവ് എനിക്കും അറിയാമുണ്ടെന്ന്. ഭാവിയിലേക്ക് നമുക്കതും ശരിയാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇരുന്നിട്ട് വേണ്ടേ കാല് നീട്ടാൻ ഓർത്തിട്ട്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമുക്ക് വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നമുക്കതും ശരിയാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ എന്തായാലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി. ഇന്ത്യൻ ആർമിയുടെ റഡാറാണ് പോകുന്നത്. റഡാർ, അതും അതിൻ്റെ കൺട്രോൾ സ്റ്റേഷനും എല്ലാം ആണ് പോകുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടങ്ങ് പോവാം. നല്ല ഇത് റഷ്യൻ വണ്ടിയാണ്, റഷ്യൻ സാധനം. അത് പുതിയതാണെന്ന് തോന്നുന്നു അല്ലേ? പുതിയതാകില്ല, പഴയ തന്നെയായിരിക്കും. എനിക്ക് രണ്ടെണ്ണമാണ്, ഒരെണ്ണം റഡാറും അതിൻ്റെ ഒരെണ്ണം കൺട്രോൾ സ്റ്റേഷനോ. ഓ എല്ലാം എന്താ ഒരെണ്ണം പോയി, ഒരെണ്ണം കണ്ടു, ഒരെണ്ണം ഞാൻ ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. കേട്ടോ, പെണ്ണാളെ കുറച്ചേരായി ഞങ്ങളുടെ കൂടെ കൂടിയിട്ട്. ഞങ്ങൾ ഓട്ടേക്ക് പോയും, പിന്നെ ഇവർ ഓട്ടേക്ക് ചെയ്യും, ഞങ്ങൾ ഓട്ടേക്ക് ചെയ്യും, ഇവർ ഓട്ടേക്ക് ചെയ്യും. ഇത് തന്നെ അവസ്ഥ. അതെവിടെയെങ്കിലും പോയി ഓട്ടേക്ക് ചെയ്ത് നിർത്തുമ്പോഴത്തേന് അവർ വരും. പറ്റില്ല കേട്ടോ, നല്ല. നമ്മൾ ഏതാണ്ട് കൊളാപ്പൂരിന് ഏതാണ്ട് 150 കിലോമീറ്ററും കൂടെ ഉണ്ട്. അങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടപ്പം എടുത്താണ്. ഇതെല്ലാം ചോളമാണ് കൃഷി കേട്ടോ. എന്തൊക്കെയോണ്ട് കൃഷികൾ, എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ പോകുന്ന വാഹനത്തിലുള്ള റഡാറാട്ടോ, റഡാർ. മറ്റേത് അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങൾ. റഡാറാണ്. ആ മുകളിൽ മടങ്ങിയിരിക്കുന്ന റഡാറാണ്. എന്താ വാഹനം, റഷ്യൻ ട്രക്കാട്ടോ. അജാനു ആവുകയാണ്. ടയറൊക്കെ കേട്ടോ, എന്താ അല്ലേ. സ്വാതി റഡാറാട്ടോ, സ്വാതി റഡാർ സിസ്റ്റം. അത് സ്വാതി റഡാർ സിസ്റ്റമാണ് അതിൻ്റെ കൺട്രോൾ സ്റ്റേഷൻ. ഇന്ത്യ പുതിയതായി വികസിപ്പിച്ചെടുത്ത റഡാർ സിസ്റ്റമാണ് സ്വാതി. AESA റഡാറാണ്. അങ്ങനെയാണ് അത് യൂട്യൂബിൽ നിന്ന് കേട്ട്, അറിയില്ല. ഇടത്തോട്ട് പോടാ. സൂര്യകാന്തിപ്പൂ അവിടെ കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ആ കാണാം.
മഞ്ഞ പരവതാനി വിരിച്ച് നിൽക്കുകയാണ്. മുഴുവൻ സൂര്യകാന്തി പൂ കേട്ടോ. മുഴുവൻ എണ്ണയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനീഷാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഉണ്ടോ, സൈലന്റ് ആയിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയെല്ലാം വലിയ കുഴപ്പമില്ലായിരുന്നു. മഴയോ അങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് നമ്മളൊന്ന് പോന്നു. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു 150 കിലോമീറ്ററും കൂടെ ഓടിയാലേ സോളാപൂർ എത്ര, എന്നാലേ നമുക്ക് ഡീസൽ അടിക്കാൻ പറ്റും. കഴിയാറായി അല്ലേ, കഴിയാറായി. 150 കിലോമീറ്റർ ഓടും. എന്നാലും അവിടെ ചെന്നിട്ട് വേണം, അടിച്ചിട്ട് വേണം സൂറത്തിന് പോകാൻ. അവിടെ ക്രെഡിറ്റ് ഉണ്ട്. അപ്പം അവിടുന്ന് അടിച്ചിട്ട് പോകും. കമ്പനിയുടെ ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് അടിച്ചിട്ട് പോകും. അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സൂറത്തിന് മുമ്പ് ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അവിടുന്ന് അടിക്കും. രണ്ടിടന്ന് അടിക്കും. പിന്നെ തിരിച്ചു വരുമ്പോഴും ഇവിടുന്ന് തന്നെ അടിച്ചിട്ട് പോയി നമ്മൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഭയങ്കര ചാട്ടമാണ് കേട്ടോ. ഭാരത് ബെൻസിന് ഭയങ്കര ചാട്ടമാണ്. ഒരു രക്ഷയില്ല. കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ആട്ടപ്പെട്ടൊക്കെ നമ്മളെ ഒലച്ചെടുക്കും. മസാജ് സെൻറ്ററിൽ ചെന്നാൽ പോലും ഇത്രയും നമ്മളെ ശരീരം ഉടക്കിയല്ല. ശരീരത്തിനെല്ലാം മേത്ത് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ലൈലാൻഡ് ഏറ്റവും ബെസ്റ്റ്. ഒരു അനക്കവും ഉണ്ടാവില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മോഡൽ ക്യാബിന് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു യാത്ര സുഖമില്ല ആണ് മെയിൻ പ്രശ്നം. കുലുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുലുക്കമാണ്. ചെറിയൊരു ഇതുപോലും ഭയങ്കര ചാടി വയ്യാണ്ടായി. അപ്പോൾ കാഴ്ചകൾ കണ്ട് വരുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം. കാണുന്ന മുഴുവൻ സൂര്യകാന്തി പാടമാണ്. രണ്ട് സൈഡിലും അതെ ഉണ്ടോ, രണ്ട് സൈഡിലും മറ്റേ കടലയാണ് ഇപ്പുറത്ത്. മൊത്തം അതെ. അപ്പുറത്തെ സൈഡിലത്തെ അങ്ങ് ദൂരെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സൈഡിലും വണ്ടി കുലുങ്ങുന്നതുകൊണ്ടേ ഒരു രക്ഷയില്ല. മരത്തിൻ്റെ ഇടയിലൂടെ നോക്കിയാൽ കാണാം മുഴുവൻ കാണാൻ പറ്റുന്നില്ല. അതെ, ഇതെല്ലാം സൂര്യകാന്തി. ഇത് പകുതിയും പൂ കൊഴിഞ്ഞു പോയിട്ട് മറ്റേ ഇത് മാത്രമേ നിൽക്കുള്ളൂ. എന്താ പറയുന്നത്, അതിൻ്റെ
വിത്തുകൾ മാത്രമേ നിൽക്കുള്ളൂ ഓയിലെടുക്കാൻ വേണ്ടി. ഭയങ്കര കുലുക്കോട്ടോ, ഒരു രക്ഷയില്ല. ഇതുണ്ടോ, ഇതും അത് അതുപോലെ പക്ഷി വന്ന് റാഞ്ചി എടുക്കുന്നില്ല, പരുന്ത് വന്ന് റാഞ്ചി എടുക്കുന്നു. എന്ത് ഭംഗിയിലാണ് ശ്രമിക്കാൻ പോവാണ്. വണ്ടി ഇവിടെ സൂറത്തിനൊരു 120 കിലോമീറ്റർ പുറകിൽ നിർത്തി. വണ്ടിയുടെ ബ്രേക്കില്ല, തീരെ ബ്രേക്കില്ല. ലെഫ്റ്റിലേക്ക് ചവിട്ടിയ ഉടനെ ഇടത്തോട്ട് പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്കില്ല. സത്യം പറഞ്ഞാൽ അമ്പൊന്നും ചവിട്ടിയാൽ നിൽക്കുന്നില്ല, പണിയാൻ വേണ്ടി നിൽക്കുക. ഇതല്ലേ ബ്രേക്കെല്ലാം സെറ്റാക്കിയിട്ട് വേണം ഇനി പോകാൻ. അപ്പം ഇപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല. ഈ ആലോചന മുന്നിലായിരിക്കുന്നത് കർണാടക തന്നെ ഇങ്ങനെ പോകുന്നു. നമ്മുടെ നൈറ്റ് റൈറ്റിലായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക. സൂപ്പർ. ഭയങ്കര കുലുക്കം, ഒരു രക്ഷയില്ല. സുഖം എന്നറിയാവോ, അറിയില്ല വണ്ടിക്കകത്തിരുന്നതിന്. ഇതിൻ്റെ അകത്തിരുന്ന് നടുവിനെല്ലാം വേദന എടുത്തിട്ടേ ഒരു രക്ഷയില്ല. വണ്ടി ചാടി ബ്രേക്ക് ചവിട്ടിയിട്ടാണ് നിൽക്കുകയില്ല. ഹമ്പൊക്കെ ചുമ്മാ പറന്ന് ചാടിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ചെയ്തിട്ട് ഏതായാലും കാണാം. അപ്പം ഞങ്ങൾ ഇവിടെ സോളാപൂരെത്തില്ല. സോളാപൂരിന് മുമ്പ് ഡീസലൊക്കെ പമ്പിൽ വന്ന് ഡീസലൊക്കെ അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരാൾ കിടന്നു. പുള്ളി കുറച്ച് കഴിയുമ്പോൾ അവനെ വിളിച്ചെണീപ്പിക്കണം ഓടിക്കാൻ വേണ്ടി. എന്താ ഇതാണ് പമ്പ്. ഇവിടെ കിടന്ന് ഡീസലൊക്കെ അടിച്ച് ഫുള്ളാക്കി. വേണ്ട ഫുള്ളാക്കി നമ്മൾ പത്തൊക്കെ പോവാം. ഇതാണ് നമ്മൾ ഈ വഴിയാണ് വന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നു വഴി വന്ന് ഈ വഴി ഇങ്ങനെയാണ് പോകും കേട്ടോ. ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളേതായാലും യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഇവിടുന്ന് പോവാണ് ഇനി സോളാപൂർ. ഇനി ഇവിടുന്ന് ഒരു 127 കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അത് അവിടുന്ന് പിന്നെ അടുത്തിടത്തോട്ട് അങ്ങനെ പോകും. ഇനി മാപ്പിട്ട് വേണം ഇനി പോകാൻ. ഇനിയുള്ള വഴികൾ വലിയ നിശ്ചയമില്ല. ഇനി മാപ്പിട്ട് വേണം. ഇപ്പോൾ അവിടെ 127 കിലോമീറ്റർ. അത് കഴിഞ്ഞ് അടുത്ത് അങ്ങനെയായിട്ട് മൊത്തം ഒരു ഇനി 750 കിലോമീറ്ററും കൂടെ ഓടിയാൽ മാത്രമേ സൂറത്തിലെത്തുള്ളൂ. 750 കിലോമീറ്ററും കൂടെ ഇവിടുന്ന് സൂറത്തിലായി. അപ്പം തുടങ്ങുവാണ്. രാത്രിയാണ്. രാത്രിയിലെ വീഡിയോകൾ വലിയ എടുക്കുന്നില്ല, അധികം എടുക്കാനില്ല. വെച്ചാൽ ഒന്നും കാണാനൊന്നുമില്ല. അതുകൊണ്ട് രാത്രി കാഴ്ചകൾ ഇടയ്ക്ക് നമ്മുടെ ക്യാബിനിലെ കാഴ്ചകളൊക്കെ കാണിക്കാം. സൂറത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ക്യാബൊക്കെ ഒന്ന് കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യാം ക്ലിയറായിട്ട്. ശരി എന്നാൽ ബൈ.